നിങ്ങൾക്ക് അഡിനോയിഡൈറ്റിസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കേൾവി ശക്തിയെ പോലും ബാധിക്കാം. അതിശയം തോന്നുന്നുണ്ടോ? ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മിഡിൽ ഇയറിനെ മൂക്കിന്റെ പിൻഭാഗവുമായും തൊണ്ടയുമായും ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ ട്യൂബാണ് ഈസ്റ്റേക്കിയൻ ട്യൂബ്. ഈ ട്യൂബാണ് ചെവിയിലെ പ്രഷർ നിയന്ത്രിക്കുവാനും ചെവിയിൽ കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡിനെ പുറത്തേക്ക് കളയുവാനും സഹായിക്കുന്നത്. ഇതാണ് നമ്മളുടെ നോർമൽ അഡിനോയിഡ് ഗ്രന്ഥി. അലർജി മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ മൂലമോ അതിന് വീക്കം സംഭവിക്കുമ്പോൾ അത് ഇതുപോലെ നമ്മളുടെ ഈസ്റ്റേക്കിയൻ ട്യൂബിന്റെ ഓപ്പണിങ്ങിനെ അടയ്ക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചെവിക്കുള്ളിൽ പ്രഷർ കൂടുകയും ചെവിയിലെ ദ്രാവകമായ എൻഡോലിംബ് പുറത്തേക്ക് ഒഴുകിപ്പോകാൻ സാധിക്കാതെ കെട്ടിക്കിടക്കുകയും ചെയ്യും. ഈ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കേൾവിക്കുറവ് അനുഭവപ്പെടുകയും ഒരു ചുമരിന് പിന്നിൽ നിന്ന് കേൾക്കുന്ന പോലെ അനുഭവം ഉണ്ടാവുകയും ചെയ്യും. കേൾവി പ്രശ്നങ്ങൾ നിസ്സാരമായി കാണരുത്. ചെവിക്കകത്തെ കാരണങ്ങൾ കൊണ്ടല്ല, ചിലപ്പോൾ അഡിനോയിഡൈറ്റിസ് കൊണ്ടാവാം ഇതൊക്കെ സംഭവിക്കുന്നത്. അഡിനോയിഡൈറ്റിസിന്റെ മൂലകാരണം കണ്ടെത്തി ചികിത്സിച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. അതിന് സുരക്ഷിതവും ഫലപ്രദവുമായ ചികിത്സകൾ ഹെർബലി ടച്ച് ആയുർവേദ ഹോസ്പിറ്റലിൽ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡിനോയിഡൈറ്റിസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുവാനും ഫലപ്രദമായി ചികിത്സിക്കുവാനും ഹെർബലി ടച്ചിന്റെ ചെങ്ങന്നൂരോ പയ്യന്നൂരോ കൊയിലാണ്ടിയിലോ ഉള്ള ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ധൈര്യമായി വന്നോളൂ.